സുഡാനിലും നൈജീരിയയിലും ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയാണ്. ഇസ്ലാമിക ഭീകരവാദികൾ അവരുടെ ആഭ്യന്തര യുദ്ധത്തിന് ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുകയാണ് അവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹം. പല ക്രിസ്ത്യാനികളും ഇപ്പോൾ മരിച്ചു വീഴുന്ന കൂട്ടത്തിൽ തന്നെ പലരും ഇപ്പോൾ വലിയ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപിലാണ്. ഇപ്പോഴിതാ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ അമേരിക്ക വൻ ആക്രമണം നടത്തുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നൈജീരിയയിൽ തയ്യാറെടുപ്പുകൾക്ക് ട്രംപ് ഉത്തരവിട്ടു എന്നതിലാണ് ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതായത് ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ടുള്ള നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം രൂക്ഷമാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ഭീഷണിപ്പെടുത്തി. നൈജീരിയയിൽ തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തോക്കുകളുമായി US അവിടേക്ക് സൈന്യത്തെ അയച്ചേക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിനായുള്ള തൻ്റെ പരാജയപ്പെട്ട പ്രചാരണത്തിന് ശേഷം ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്തിൽ ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നൈജീരിയയിൽ സാധ്യമായ സൈനിക ആക്രമണത്തിനുള്ള പദ്ധതി തയ്യാറാക്കാൻ പെൻറ്റഗണിനോട്, അതായത് US പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനമാണ് പെൻറ്റഗൺ എന്ന് പറയുന്നത്, ഈ പെൻറ്റഗണോട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഴുതിയത്, നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് തുടർന്നാൽ നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക ഉടൻ നിർത്തലാക്കും. ഈ ഭയാനകരമായ ക്രൂരതകൾ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സൈന്യത്തെ അയക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. നൈജീരിയൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ട്രംപ് എഴുതിയത്, സാധ്യമായ നടപടികൾ തയ്യാറെടുക്കാൻ ഞാൻ എൻ്റെ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകുന്നു. നമ്മൾ ആക്രമിച്ചാൽ അത് ഭയങ്കരമായിരിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ നൈജീരിയൻ സർക്കാരിന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നൈജീരിയയിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള വംശഹത്യയാണ് നടക്കുന്നത്. നിരവധി ആഭ്യന്തര സംഘർഷങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ രാജ്യം. നൈജീരിയയിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നുണ്ടെന്നും ഇതിന് ഉത്തരവാദികൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നിരുന്നാലും ഒരു റിപ്പോർട്ട് അനുസരിച്ച് നൈജീരിയയിലെ സംഘർഷങ്ങളിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളും വളരെ പ്രബലമായി തന്നെ ഉണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.